സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റം ഉടനില്ലെന്ന് ഹൈക്കമാൻഡ്. വിശാല ചർച്ചയ്ക്ക് ശേഷം യുവാക്കളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുമെന്നും ഹൈക്കമാൻഡ് അറിയിച്ചു. We will have further discussions with a broader group of leaders from Kerala, and this exercise will be basically to prepare a plan of action to rejuvenate the party in Kerala at various levels. Our focus will be in this exercise to get as many young people as possible at various levels of the party. KPCC നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് കെ സുധാകരൻ രംഗത്ത് വന്നു. നട്ടെല്ലിലുള്ള നേതൃത്വം KPCCക്ക് വേണമെന്ന് സുധാകരൻ ദില്ലിയിൽ പറഞ്ഞു. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീരനെ മാറ്റണമെന്നും സുധാകരൻ സോണിയാഗാന്ധിയെ കണ്ട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ സംഘടനാ രംഗത്ത്, പാർട്ടി തെരഞ്ഞെടുപ്പ് രംഗത്ത് പോരായ്മകൾ കടന്നു വന്ന എല്ലാ പോരായ്മകളും ഒന്നിന് പുറകെ മറ്റൊന്നായി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കൂട്ടായ ഒരു വർക്ക് ഉണ്ടായിട്ടില്ല, ഒരു മുൻകരുതലുണ്ടായിട്ടില്ല, മുൻകരുതലായ ഒരു നടപടിയും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. പ്രചരണ രംഗത്ത് വളരെ പുറകോട്ട് പോയി, സാമ്പത്തിക രംഗത്ത് വളരെ പുറകോട്ട് പോയി. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സാധാരണ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കാൻ പോകുമ്പോഴുണ്ടാകാവുന്നൊരു മുന്നൊരുക്കമുണ്ടല്ലോ, ആ മുന്നൊരുക്കം ഈ ഇലക്ഷനിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഒരു വർഷം മുമ്പേ എടുക്കേണ്ടുന്ന മുന്നൊരുക്കം കേരളത്തിൽ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇലക്ഷൻ്റെ അവസാന നാളുകളിൽ സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് വിവാദങ്ങളും പാർട്ടി അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളൊക്കെ ഞങ്ങൾ വിഷയമായി അവതരിപ്പിച്ചു എന്നല്ലാതെ അതിൻ്റെ പരിഹാര മാർഗം എന്ത് എന്നത് അത് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഐക്യം സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണമായി കാണുന്നത് ഐക്യം പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഹൈക്കമാൻഡോട് പറഞ്ഞിട്ടുണ്ട്. ആ പശ്ചാത്തലം എന്താണ്? പശ്ചാത്തലം സുധീറിനെതിരെ MM ഹസനും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം സുധീറിന് തന്നെയെന്ന് MM ഹസൻ വ്യക്തമാക്കി. പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്വയം മാറണമോ വേണ്ടയോ എന്ന് ഉമ്മൻചാണ്ടി വ്യക്തിനിഷ്ഠമായി തീരുമാനമെടുത്തതുപോലെ രമേശ് ചെന്നിത്തലയും സുധീരനും അവരെടുക്കേണ്ട തീരുമാനമാണ്. അതിന് ഞങ്ങളാരും ഉത്തരവാദികളല്ല. പ്രധാന ഉത്തരവാദിത്വം ആരാണോ പാർട്ടിയുടെ പ്രസിഡന്റ് അവർക്ക് തന്നെയാണ്. അതിപ്പോൾ ഞങ്ങൾ എടുത്തു പറയേണ്ട കാര്യമില്ല. ഇനി നമ്മൾ ഈ പാർട്ടിക്കകത്തൊരു ഉളച്ചുവാർക്കൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷമായി മാറുമെന്ന് നമ്മൾ ആശങ്കപ്പെടുന്നതാരെയാ? BJP. ഈ വിഷയങ്ങൾ തന്നെ ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുകയാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം ദേശാഭിമാനിയുടെ പുതിയ റെസിഡന്റ് എഡിറ്റർ കൂടിയായ PM മനോജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയ KVS ഹരിദാസ്, ഒപ്പം കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് നേതാവ് D സുഗതൻ തത്സമയം ചേരും. ഒപ്പം മറ്റൊരു നിരീക്ഷകനും ഒപ്പം തന്നെ വീക്ഷണത്തിൻ്റെ റെസിഡന്റ് എഡിറ്ററുമായ അജിത് കുമാറും തത്സമയം ചേരും. ശ്രീ അജിത് കുമാറിലേക്ക്. ശ്രീ അജിത്ത്, ഒരുപക്ഷെ ഇന്ന് നടത്തിയ പ്രതികരണങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ, പരസ്യ പ്രതികരണത്തിലേക്ക് KPCCയുടെ വൈസ് പ്രസിഡന്റ് പോകുന്നു, കെ സുധാകരൻ അടക്കം ദില്ലിയിലെത്തി വലിയ രീതിയിൽ ഒരുപക്ഷെ റിഫ്റ്റ് വ്യക്തമാക്കുന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങളടക്കം നടത്തുന്നു. പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം KPCC അധ്യക്ഷന് തന്നെയാണെന്നാണ് ഹസൻ ആവർത്തിച്ച് പറഞ്ഞതും. ഇതൊക്കെയും ചൂണ്ടുന്നത് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നു. എന്തായാലും താൽക്കാലികമായി ഇപ്പോൾ ഒരു നേതൃമാറ്റം വേണ്ടതില്ല എന്ന് ഹൈക്കമാൻഡ് പറയുന്നുണ്ടെങ്കിലും ഇന്നത്തെയൊക്കെ പ്രതികരണങ്ങൾ എന്തിൻ്റെ സൂചനയാണ് നൽകുന്നത്? പ്രജീഷ്, തീർച്ചയായിട്ടും ഇതൊരു ആത്മപരിശോധനയുടെ കാലം തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ നേതൃത്വത്തിലും അതിനുള്ള ഒരു അവസരമാണിത് കൈവന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ 29 സംസ്ഥാനങ്ങളിലെ രാജ്യത്ത് വളരെ ചുരുക്കം സംസ്ഥാനങ്ങളിലേക്ക് ഉള്ള ഭരണ നേതൃത്വത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പാർട്ടിയായ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ആ യാഥാർത്ഥ്യം അംഗീകരിക്കുകയും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എങ്ങനെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോയത് കാണാതിരുന്നു എന്നൊക്കെ ഉള്ള വളരെ ഗൗരവതരമായ പരിശോധനയും ആത്മപരിശോധന ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ആ വാക്ക്, പിന്നെ അതുപോലെ തന്നെയുള്ള അതിനുള്ള ഈ പരിഹാര മാർഗങ്ങൾ, എന്തോ രോഗം ഗ്രസിച്ചിരിക്കുന്നോ കോൺഗ്രസിൻ്റെ ശരീരത്തെ, അതിനെന്താണ് ചികിത്സ, എന്താണ് പരിഹാരം, അത് വെറും തൊലിപ്പുറത്തുള്ള ചികിത്സ പോരാ എന്ന് നമ്മൾ പലപ്പോഴും ഇവിടെ ചർച്ചകളിൽ തന്നെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ വളരെ സീരിയസ് ആയ ഒരു സർജറി എന്ന് പറയുന്നില്ല എങ്കിൽ, പക്ഷേ ശ്രീ അജിത്ത്, ആ സർജറി വേണ്ടുന്ന സമയത്ത് നടത്തുന്ന
പ്രതികരണങ്ങൾ സൗദ്ദേശത്തോടു കൂടിയാണെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകുമ്പോൾ ഇപ്പോഴും അടിവീണ് കിടക്കുമ്പോഴും ഗ്രൂപ്പ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തലത്തിലേക്ക് അല്ലേ ഇന്നത്തെ പ്രതികരണങ്ങൾ അടക്കം പോകുന്നത്? ഒന്ന്, ആത്മപരിശോധന എന്ന് നടത്താൻ വേണ്ടി വിളിച്ച ക്യാമ്പിൽ അതിനകത്തുയർന്ന പ്രതികരണങ്ങൾ പോലും ഇപ്പോൾ അവിടെ നടന്ന ചർച്ചകൾ പോലും പരസ്യ പ്രതികരണങ്ങളായി പുറത്തേക്ക് വരികയാണ്. ഇതൊക്കെ സൗദ്ദേശത്തോടു കൂടിയാണ് എന്ന് 100% വിശ്വസിക്കണമോ ശ്രീജിത്ത്? അല്ല, ഈ ചർച്ചകൾക്കുള്ളൊരു വേദിയായിട്ട് ആ നെയ്യാർ ഡാമിലെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് 2 ദിവസം ആ ചർച്ചകൾക്കുള്ള വേദി ഒരുക്കി. അപ്പോൾ ഒരു അടഞ്ഞ വാതിലിനുള്ളിൽ നടക്കുന്ന ചർച്ചകൾ ക്രിയാത്മകമായിരിക്കണം. ഈ പറഞ്ഞതുപോലെ വിമർശനാത്മകമായിരിക്കും തീർച്ചയായിട്ടും. ആർക്കെങ്കിലും എതിരായിട്ടൊക്കെ വിരൽ ചൂണ്ടുന്നുണ്ടാകും. അതൊന്നും വ്യക്തിപരമായിട്ട് കാണാതെ സംഘടനയെ മൊത്തത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്താനും എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി എന്നുള്ള അതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കാനും അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും പ്രശ്നങ്ങൾക്ക് കാലാന്തരത്തിൽ പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു വേദിയായിരുന്നു അത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇന്നിപ്പോൾ ഡൽഹിയിൽ പരസ്യ പ്രസ്താവനകൾ വേണ്ട എന്ന് AICC വൈസ് പ്രസിഡന്റ് കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പറയാനുള്ള വേദി പാർട്ടി വേദികളിലുണ്ടാവും, അല്ലെങ്കിൽ കോൺഗ്രസ് KPCCയുടെ മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ UDFൻ്റെ സംയുക്ത യോഗങ്ങളിലോ ഒക്കെ അതൊക്കെ വിളിച്ചു പറയാം. പരസ്പരം പ്രത്യാരോപണം ഉന്നയിക്കാം, കുറ്റപ്പെടുത്തലുകളുണ്ടാകാം. അപ്പോൾ അതൊന്നും ഒരു വ്യക്തിപരമായ തലത്തിലേക്ക് എടുക്കാതെ ആരുടെയും ഈഗോയെ ഹർട്ട് ചെയ്യാതെ ആർക്കും അഭിമാനക്ഷതം ഉണ്ടാകാത്ത രീതിയിലുള്ള സ്വയം വിമർശനത്തിനാണ് പാർട്ടി വേദികളുണ്ടാകും. അപ്പോൾ പരസ്യ പ്രസ്താവനകൾ ഈ പറഞ്ഞതുപോലെ കൂടുതൽ സംഗതികൾ വഷളാക്കത്തേ ഉള്ളൂ. അപ്പോൾ അതിന് തുനിയാൻ ഒരു നേതാവും മുന്നോട്ട് വരരുത് എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ടും ആ നിർദ്ദേശം അംഗീകരിക്കുക എന്നുള്ളതാണ് ഏത് അച്ചടക്കമുള്ള ഏത് പ്രവർത്തകനും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നേതാവിനും ഏത് പാർട്ടിക്കും അത് നിർബന്ധമായിട്ടും ഇന്നർ പാർട്ടി ഡിസിപ്ലിൻ അനിവാര്യമാണ്. യെസ്, തീർച്ചയായും. ശ്രീ PM മനോജ്, ഇവിടെ പരിശോധനകളിലേക്ക് ഒരു പക്ഷേ നോക്കുമ്പോൾ ഇന്ന് നടത്തിയ പ്രതികരണങ്ങൾ A ഗ്രൂപ്പ് അതിശക്തമായ രീതിയിൽ ആഞ്ഞടിച്ച് മുന്നോട്ട് വരുന്നു. അതേ സമയത്ത് സുധാകരൻ I ഗ്രൂപ്പിൻ്റെ വളരെ പ്രമുഖനായ നേതാവ് സുധാകരനും KPCC അധ്യക്ഷനെതിരെ നീങ്ങുന്ന ഒരു കാഴ്ച. താൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ, പക്ഷേ ഇന്നത്തെ ഒരു തുടക്കം അതൊരു ചർച്ചയ്ക്ക് വഴിവെക്കാൻ എന്തായാലും ഈ പറയുന്ന ലക്ഷ്യമിടുന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിലുള്ള ചർച്ചകളാണ് നടന്നത്. സംയുക്തമായി സുധീറിനെതിരെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ ചേർന്ന് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. ഇത് അജിത്ത് സൂചിപ്പിച്ചതുപോലെ ആത്മപരിശോധനയ്ക്ക് നടന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവ്, അതിനുശേഷം ദില്ലിയിലൊക്കെ നടന്ന ഈ ചർച്ചകൾ എന്ത് സൂചനയാണ്? അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഉയർത്തെഴുന്നേൽപ്പ് 6 മാസമാണ് AKANI ഡെഡ് ലൈൻ നൽകിയിരിക്കുന്നത്. തോറ്റ് തുന്നമ്പാടി ഒരു പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ ഈ പറഞ്ഞ സ്വയം വിമർശനവും ആത്മപരിശോധനയും ഒക്കെ വേണം. ഇവിടെ ആത്മപരിശോധനയോ സ്വയം വിമർശനമോ ഒന്നുമല്ല നടക്കുന്ന, പഴിചാരലാണ്. സുധീറിന് മേലെ ബാക്കി എല്ലാ ഗ്രൂപ്പും ചേർന്ന് പഴിചാരുന്നു, സുധീരൻ തിരിച്ച് പഴിചാരുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയാൽ രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷെ അതിന് പോസിറ്റീവായ വശം ഞാൻ കാണുന്നുണ്ട്. ഇവരിങ്ങനെ ഈ പരിശോധനയും അത് പിന്നെ ഈ ഡയഗ്നോസിസ് രോഗനിർണയം നടത്താനുള്ള ഒരുപാട് പരിശോധനകളും പിന്നെ അവസാനം കീമോതെറാപ്പിയും സർജറിയും ഒക്കെ നടത്തുന്നുണ്ട്. ഇത് നടത്തുമ്പോൾ ഇന്ന് MM ഹസൻ ഈ നടത്തിയതിൻ്റെ ഭാഗമായി പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFും കോൺഗ്രസും ഏറ്റവും വലിയ മുദ്രാവാക്യമായി ഉയർത്തിയിരുന്നത് അവരുടെ മദ്യനയമാണ്. ഈ മദ്യനയത്തിൻ്റെ മഹത്വം കൊണ്ട് ഞങ്ങൾ ജയിക്കും, സ്ത്രീകളുടെ വോട്ട് ഞങ്ങൾക്കിത് ഒഴുകി എത്തുമെന്നൊക്കെ ഇവർ അന്നും പറഞ്ഞിരുന്നു, ഈ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പറഞ്ഞിരുന്നു. എന്നാൽ ആ മദ്യനയം ഇവരുടെ മഹത്തായ നേട്ടമാണെന്നും നയമാണെന്നും പിന്നെ KCBC ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ട് അംഗീകരിപ്പിച്ചു. ആ മദ്യനയം വ്യാജമായിരുന്നു. ഇവർ 2 നേതാക്കൾ തമ്മിലുള്ള ഈഗോ ക്ലാഷിൻ്റെ ഫലമായിട്ട് ഒരാൾ മറ്റേയാളേക്കാൾ വലുതാണ് എന്ന് തെളിയിക്കാൻ വ്യാജമായി ഉണ്ടാക്കിയ ഒരു നയമായിരുന്നു എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇവരിപ്പോൾ എന്താ വേണ്ടെന്നറിയോ? ഇത്രയൊക്കെ ആയി, തോറ്റു, വലിയ കഷ്ടമാണ്, 4 വഴിക്ക് പോവുകയാണ്, BJPക്കാർ കൊണ്ടുപോവുകയാണ് ആളുകളെ. ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മിനിമം ഇവർ ചെയ്യേണ്ടത് ആ KCBCക്കാരോട് ഒന്ന് മാപ്പ് പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ ഒരു വ്യാജമായി സൃഷ്ടിച്ച ഒരു നയമാണിത്. നിങ്ങൾ വിശ്വസിച്ച് പോയതിൽ ഞങ്ങളിതാ മാപ്പ് പറയുന്നു, ഞങ്ങളുടെ തെറ്റ് പൊറുക്കണം എന്ന് പറയണം. അങ്ങനെ ഈ പരിശോധനയിലൂടെ UDF കഴിഞ്ഞ 5 വർഷമായി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അതിനു മുമ്പും നടത്തിയ എല്ലാ കള്ളക്കളികളും പുറത്തു വരുന്നു എന്ന പോസിറ്റീവ് വശമാണ്. പക്ഷേ ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത്, ഇപ്പോൾ കോൺഗ്രസിനെ ഞങ്ങളൊക്കെ ഈ പിന്നെ കേരളത്തിലെ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ സംരക്ഷിക്കേണ്ടി വരുമെന്നുള്ള സംശയത്തിലാണ് ഞാൻ. കാരണം ഇവരിതിങ്ങനെ എടുത്തെടുത്ത ഉപ്പുവെച്ച കലം പോലെയായി. ഇപ്പോൾ ഇതാ കൊണ്ടുപോവാണ് BJP. BJP കൊണ്ടുപോയി കഴിഞ്ഞാൽ തുറന്നു പറയുന്നു, BJP പോലും ഒരുപക്ഷെ പ്രതിപക്ഷമായി മാറുന്ന ഭയപ്പാടിലേക്ക് സുധാകരനടക്കം അങ്ങനെ തുറന്നു പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ. അതാണ് അവർക്ക് കൃത്യമായി ബോധ്യം വരുന്നു. സുധാകരൻ ആജന്മ ശത്രുത കൊണ്ടാണ് ഇത് പറയുന്നത്. എന്നാലും സുധാകരൻ പറയുന്നത് കോൺഗ്രസിന് നട്ടൽ. പക്ഷെ അത് സന്ദേശം
ഉണ്ടോ ശ്രീ PM മനോജ്? ഈ പറയുന്ന സുധാകരന്റെയോ ഈ പറയുന്ന MM ഹസന്റെയോ ഒക്കെ ഈ വാചകങ്ങളും പരസ്യ പ്രതികരണങ്ങളും കോൺഗ്രസിനെ ഉയർത്തുക, വീണ് പതനത്തിൽ നിന്ന് ഉയർത്തി, അതിൽ സതുദ്ദേശത അല്ല, ആ സതുദ്ദേശമല്ല അവിടെ കാണുന്നത്. ഇവരൊക്കെ സുധാകരൻ പറയുന്നത് സുധീര മോശമാണ്, സുധീരൻ്റെ നട്ടലില്ലായ്മയാണ് ഈ പരാജയത്തിന് കാരണം. അതാണ് സുധീരൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും. അപ്പം ഇങ്ങനെ പരസ്പരം പഴിചാരിക്കൊണ്ടല്ല നടക്കുക. എന്നാലും സുധാകരൻ പറഞ്ഞാൽ ഇന്ന് ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം നട്ടലുള്ള ലീഡർഷിപ്പ് ഇപ്പുറത്തുണ്ട്, CPM-നുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ആ നട്ടലുള്ള ലീഡർഷിപ്പിനെ നേരിടാൻ നമുക്കും വേണം നട്ടല് എന്ന ഒരു ആത്മവിചാരം അതിൽ സുധാകരൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതിൽ അത്രയും സന്തോഷിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ശ്രീ KVS ഹരിദാസ്, സുഗതനിലേക്ക് ഞാൻ എത്താം. ശ്രീ KVS ഹരിദാസ്, ഇതിലെ വളരെ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചില സമവാക്യങ്ങൾ, കാരണം പ്രബലമായ ഗ്രൂപ്പിൻ്റെ A ഗ്രൂപ്പിൻ്റെ നേതാവായ ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് I ഗ്രൂപ്പിൻ്റെ നേതാവ് ചെന്നിത്തല നിൽക്കുന്നു, മാത്രമല്ല KPCC പ്രസിഡന്റ് സ്ഥാനത്ത് സുധീരൻ. ഇവിടെ ഗ്രൂപ്പ് പറയത്തക്ക രീതിയിലുള്ള പ്രസക്തമായ യാതൊരു സ്ഥാനങ്ങളും ഇല്ലാതെ നിൽക്കുന്ന ഉമ്മൻചാണ്ടി സ്വാഭാവികമായും തളരുന്ന ഗ്രൂപ്പിൻ്റെ തളർച്ചയടക്കം സമീപ ഭാവിയിൽ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം. ഇവിടെ വ്യക്തമായ അജണ്ടയോടുകൂടി ചില നീക്കങ്ങൾ ഈ സംയുക്ത കൂടിച്ചേരലിൻ്റെ ഭാഗമായി താങ്കൾ കാണുന്നുണ്ടോ? പ്രതീക്ഷ വളരെ വ്യക്തമല്ലേ? ഇതിലിപ്പോൾ സുധീരനെ KPCC പ്രസിഡന്റ് ആക്കിയ ദിവസം മുതൽ നമ്മൾ കാണുന്നതാണ് ഈ രാഷ്ട്രീയം. യഥാർത്ഥത്തിൽ ഇവിടെ ഞാൻ കുറ്റപ്പെടുത്തുന്നത്, ഞാൻ ആക്ഷേപിക്കുന്നത് ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരല്ല, ദേശീയ നേതൃത്വത്തിലുള്ള അവരുടെ നേതാക്കന്മാരെ തന്നെയാണ്. ഇത്രയ്ക്ക് പെടുപ്പ് കെട്ട ഒരു രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മൾ ചരിത്രം നോക്കൂ, എത്ര അനുഭവങ്ങളാണ് കോൺഗ്രസ്സിന് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കോൺഗ്രസ് നന്നാവണമെന്ന് വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷെ ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ തരത്തിൽ തളർന്ന് പോകുന്നത് കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ഇപ്പോഴും ഇന്നിപ്പോൾ ഈ ചർച്ച കഴിഞ്ഞിട്ടും KICCയുടെ ജനറൽ സെക്രട്ടറി നമ്മളോടൊക്കെ പറഞ്ഞത് എന്താ? ഞങ്ങൾ യുവാക്കളെ കൊണ്ടുവന്നിട്ട് ഈ പാർട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുമെന്നാണ്. നമ്മൾ കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ നമ്മളിത് കണ്ടതാണ്. ഇവർ യുവാക്കളെ കൊണ്ടുവരുന്നത്, ഒരു യുവാവ് തന്നെയാണല്ലോ ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഇവർ ജയിച്ചോ? പുതുശ്ശേരി ഒഴിച്ച്. പുതുശ്ശേരി വേണമെങ്കിൽ ജയിച്ചു എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം. വേറെ എവിടെ ഉണ്ടായിട്ടുള്ളത്? മധ്യപ്രദേശിൽ ഇവർ യുവാക്കളെ കൊണ്ടുവന്നു, തോറ്റ് തുന്നം പാടിയില്ലേ? ഹരിയാനയിൽ ഇതുപോലെ തന്നെ യുവ നേതാക്കന്മാരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു, അവിടെ ദയനീയമായിട്ട് തോറ്റില്ലേ? രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിൻ്റെ മകനെ കൊണ്ടുവന്ന് അവിടെ PCC പ്രസിഡൻ്റാക്കി മത്സരിച്ചു. എന്താ സംഭവിച്ചത്? ഇവർ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല കോൺഗ്രസ് നേതൃത്വത്തിന്. ഈ ബഹളങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലേഖനത്തിൽ സൂചിപ്പിച്ചു, മധ്യപ്രദേശ് ഛത്തീസ്ഗഡിലെ നല്ല വേരോട്ടമുള്ള അല്ലെങ്കിൽ സാമാന്യ ജനപിന്തുണയുള്ള പഴയ മുഖ്യമന്ത്രിയാണ് അജിത് ജോഗി. അദ്ദേഹം പാർട്ടി വിട്ടിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോയി. അത്തരത്തിൽ ഉള്ള ആൾക്കാരെ തടഞ്ഞു നിർത്താൻ ഈ കോൺഗ്രസ്സുകാർക്ക് കഴിയുന്നില്ല. ഇന്നിപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. നോർത്ത് ഈസ്റ്റാണ് പണ്ട് കുറേ ചെറിയ സംസ്ഥാനങ്ങളാണെങ്കിലും കോൺഗ്രസ്സിന് ഭരണം ഉണ്ടായിരുന്നേ. അവിടെ ഇപ്പം മേഘാലയയിൽ പോലും ഈ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു, അവിടെ BJP ജയിക്കുക ചെയ്തത്. അവിടെ ഇപ്പോൾ ഉള്ള നിയമസഭാ കക്ഷിയിൽ 2 പക്ഷത്തിലോ 3 പക്ഷത്തോണ് കോൺഗ്രസ്സുകാർ. ഇവിടെ A ഗ്രൂപ്പ് നടത്തുന്ന നീക്കം ആർക്ക് വേണ്ടി? കാരണം KPCC ഇന്ന് ഒരു താൽക്കാലികമായ രീതിയിലാണെങ്കിൽ നേതൃമാറ്റം ഇല്ലെങ്കിൽ കൂടിയും ഇന്നൊരു ചർച്ചയ്ക്ക് തുടക്കമിടാൻ കഴിഞ്ഞു. ഭാവിയിൽ ഒരു പക്ഷേ പല മാറ്റങ്ങളും ഉണ്ടാകാം. A ഗ്രൂപ്പ് ആർക്ക് വേണ്ടിയാണ് ഒരു പക്ഷേ ഈ ലക്ഷ്യം, ഈ പരസ്യ പ്രതികരണം അടക്കം മുന്നോട്ട് പോകുന്ന അതിലെ ഒരു രാഷ്ട്രീയം ആർക്ക് വേണ്ടി? A ഗ്രൂപ്പിൻ്റെ രാഷ്ട്രീയം രാഹുൽ ഗാന്ധിക്ക് എതിരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ നമ്മൾ കാണേണ്ട ഒരു ഫാക്റ്റ് ഉണ്ട്. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കൈകോർത്തിട്ടാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളായിട്ട് കോൺഗ്രസിനെ കൊണ്ടുവന്ന് നടന്നിരുന്നത്. അവരുടെ തലയിലേക്ക് സുധീരനെ അടിച്ചേൽപ്പിച്ചതാരാ? അത് രാഹുൽ ഗാന്ധിയും AK ആന്റണിയും കൂടിയിട്ടാണ്. നമുക്കൊക്കെ അറിയാം. കാരണം അവർക്ക് 2 പേർക്കും തൃപ്തിയായിരുന്നില്ല. സുധീരൻ ചുമതലയേക്കുന്ന സമയത്ത് KPCC ഓഫീസിൽ വരാൻ പോലും ഉമ്മൻചാണ്ടി തയ്യാറായില്ല എന്നത് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ചരിത്രം മറക്കാൻ പാടില്ല.
അപ്പം അന്ന് മുതലേ പണ്ട് മാത്രമല്ല, കോൺഗ്രസിനകത്ത് സുധീരനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള സ്നേഹവും അടുപ്പവും എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മാധ്യമപ്രവർത്തകർക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സുധീരനെ തലയിൽ കെട്ടിയേൽപ്പിച്ച രാഹുൽ ഗാന്ധിക്കെതിരാണ്, AK ആന്റണിക്കെതിരാണ്, അതിനെതിരായിട്ടാണ് ഈ ഉമ്മൻചാണ്ടി ഇന്ന് പടപൊരുതുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് അദ്ദേഹം കാണിച്ച വിലപേശൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും UDF ചെയർമാൻ ആവാനായിട്ട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ട് ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് അധികാരത്തോട് മോഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഈ സ്ഥാപനത്തെ, ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ ഞാനില്ല, രാഹുൽ ഗാന്ധി എന്നെ ആളെ കൊണ്ടുവന്നോട്ടെ, ഞാൻ വേണ്ടത് ചെയ്തോളാം, എനിക്ക് ഈ അധികാര കസേരയില്ലെങ്കിലും കേരളത്തിൽ തെക്കോടക്ക് നടക്കാൻ കഴിയും എന്ന് അദ്ദേഹം കാണിക്കുക. അതിനുള്ള പിന്തുണ, അതിനുള്ള ഒരു എന്താ പറയുക, അതിനുള്ള അംഗീകാരം ഉമ്മൻചാണ്ടിക്ക് കേരളത്തിലുണ്ട്, നമ്മളൊക്കെ അംഗീകരിച്ചേ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ഒരു പോപ്പുലാരിറ്റി അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് തോറ്റ സമയത്തും ഉണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി, എൻ്റെ വിശ്വാസം, രാഹുൽ ഗാന്ധിയോടും AK ആന്റണിയോടും തന്നെയാണ്. അതും കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കും എന്നാണ് ഇപ്പം നമുക്ക് കരുതേണ്ടത്. D. സുഗതൻ, എന്ത് വന്നാലും അത്ര പെട്ടെന്ന് യുവാക്കളെ അടക്കം പ്രതിഷ്ഠിക്കാൻ കഴിയില്ല. കാരണം ആ രീതിയിലാണ് കേരളത്തിലെ പുനഃസംഘടനയിൽ ഒരുപക്ഷെ ദേശീയ തലത്തിൽ യുവ നേതൃത്വം വന്നാൽ കൂടി കേരളത്തിൽ അത്ര പെട്ടെന്ന് ഈ പറയുന്ന 6 മാസം കൊണ്ട് പൊളിച്ചെഴുതാം, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഒരുപക്ഷെ ദില്ലിയിലടക്കം നടന്ന ചർച്ചകൾ, കേരളത്തിലടക്കം നടന്ന പ്രതികരണങ്ങളൊക്കെയും. ഭാവി എങ്ങോട്ടാണ് ശ്രീ സുഗതൻ? ഇവിടെ ഇപ്പോൾ ഹരിദാസും മനോജുമൊക്കെ അവരൊരു പറഞ്ഞ കാര്യങ്ങൾ സാങ്കല്പികമാണ്. ഞങ്ങൾ പരാജയപ്പെട്ടു, ഞങ്ങളുടെ പരാജയം നിങ്ങൾ ആഘോഷിക്കുകയാണ്, മനസ്സിലാക്കാം. പക്ഷേ ഞങ്ങൾ ഇതിനേക്കാൾ ദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ട്. 1977 തിരിച്ചു വന്നു. 67 ഞങ്ങൾ കേരളത്തിൽ 9 MLA ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 22 ഉണ്ട്. ഞങ്ങൾ തിരിച്ചു വരും. ഇത് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഇതിലെ ചർച്ചകളുള്ള സുതാര്യമാണ്, ജനങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ചർച്ചകൾ കണ്ടൊന്നും മറ്റു നിഗമനത്തിലെത്തണ്ട. ഈ പറഞ്ഞതെല്ലാം സാങ്കല്പികമാണ്. കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം, ഞങ്ങൾ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവിക, ജനാധിപത്യ കക്ഷിയല്ലേ. ഞങ്ങളുടെ പാർട്ടി ഡൽഹി ബേസ്ഡ് ആണ്. ഹൈക്കമാൻഡാണ് അവസാനം തീരുമാനം എടുക്കുന്നത്. ഹൈക്കമാൻഡുമായി ചർച്ചകൾ പുറത്ത് വരാറില്ല. ഈ കേൾക്കുന്നതൊക്കെ ഹൈക്കമാൻഡ് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. ഹൈക്കമാൻഡ് ചർച്ചകൾ ഒരിക്കലും പുറത്ത് അറിഞ്ഞിട്ടില്ല. അവസാനം തീരുമാനം ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പുണ്ടാവും, യാതൊരു സംശയമില്ല. ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും, ഞങ്ങൾ തിരിച്ചു വരും, സംശയമൊന്നും വേണ്ട. 77 പോയിട്ട് വന്നില്ലേ, 67 പോയിട്ട് തിരിച്ചു വന്നില്ലേ. ഞങ്ങൾ ക്ഷീണിച്ചാൽ ആരാ ഇവിടെ വളരാൻ പോകുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? അല്ല. ഞങ്ങൾ ക്ഷീണിച്ചാൽ ഇവിടെ BJP അല്ലെങ്കിൽ വർഗീയ കക്ഷികളാണ് വരാൻ പോകുന്നത്. പക്ഷേ സുഗതൻ, ആ പോക്ക് കണ്ടാൽ ആ പ്രതികരണങ്ങളൊക്കെയും സൗദ്ദേശപരമല്ല. പല ആരോപണങ്ങളും വ്യക്തി കേന്ദ്രീകൃതമായി മാത്രം മാറുന്നു. ആ രീതിയിലുള്ള ഗ്രൂപ്പ് നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങൾ, ഇതിൻ്റെയൊക്കെ തുടക്കം കാണുമ്പോഴുള്ള ഭീതി എങ്ങോട്ടെന്നത്? ഇപ്പോഴും ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു ശ്രീ സുഗതൻ. അതൊന്നും കാണാതെ പോകരുത്. ഈ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന ഒരു മാധ്യമ ഭാഷയല്ലേ. ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയാണ്, ഇവിടെ കാര്യങ്ങൾ സുതാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാവരും പറയുന്നു, അറിയുന്നു മാത്രമേ ഉള്ളൂ. അത്യന്തികമായിട്ട് ഞങ്ങൾ ഒരേ തൂവൽ പക്ഷികൾ, ഞങ്ങൾ ഒന്നിച്ചു പറക്കും ഞങ്ങൾ അവസാനം. തീർച്ചയായും ശ്രീ അജിത്ത്, അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, ഹൈക്കമാൻഡിന് വ്യക്തമായ ഉത്തരവാദിത്വം കൂടിയുണ്ട്. നേരത്തെ ചർച്ചയിൽ പറഞ്ഞതാണെങ്കിലും, കാരണം പല ഘട്ടങ്ങളിലും ഇടപെടേണ്ട സമയങ്ങളിൽ ഇടപെട്ടിട്ടില്ല. അതാണൊരു പക്ഷേ ഹൈക്കമാൻഡിന് പോലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ പോകുന്നതിൽ മറ്റൊരു കാരണം. അത് യാഥാർത്ഥ്യമല്ലേ? ഹൈക്കമാൻഡ് എടുത്ത ഒരു തീരുമാനം പ്രതീക്ഷ നമ്മൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. കേരളത്തിലെ കോൺഗ്രസിനെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കാൻ ബാധ്യസ്ഥരായിരുന്ന, അല്ലെങ്കിൽ അത് നിയോഗിക്കപ്പെട്ടിരുന്ന ഒരു ത്രിമുഖ നേതൃത്വം ഉണ്ടായിരുന്നല്ലോ. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയും KPC പ്രസിഡന്റ് ശ്രീ സുധീരനും അന്നത്തെ മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ KPC പ്രസിഡന്റുമായ ശ്രീ രമേശ് ചെന്നിത്തല, ഇവർ 3 പേരും കൂടെ ചേരുമ്പോൾ തന്നെ, അഥവാ നമ്മളൊക്കെ മാധ്യമങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് സുഗതൻ നിഷേധിച്ചുമായ ഗ്രൂപ്പുകളെ എല്ലാവരുടെയും ഒരു അക്കോമഡേഷൻ്റെ ഉള്ള, എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തുള്ള നേതൃത്വമാണ് കേരളത്തിൽ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കേണ്ടതെന്നുള്ള ഹൈക്കമാൻഡ് തീരുമാനം തെറ്റായിരുന്നു നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അവരിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മാറി നിന്ന് കഴിഞ്ഞപ്പോൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഫലമുണ്ടായില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ അംഗീകരിക്കുക. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താനും അതിന് പരിഹാരം നിർദ്ദേശിക്കേണ്ടത് ഹൈക്കമാൻഡ് തന്നെയാണ്. അത് ആ ഉത്തരവാദിത്വം ഹൈക്കമാൻഡ് ഒഴിഞ്ഞ് മാറാൻ കഴിയില്ല. ഇന്നത്തെ തീരുമാനം അതിൻ്റെ ഒരു പക്ഷേ പ്രതീക്ഷിച്ചതാണോ, അതോ എല്ലാവരും പ്രതീക്ഷിച്ചത്? പക്ഷേ ഇന്നെടുത്ത ഈ ഒരു നേതൃമാറ്റത്തിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ ചർച്ച നടത്തി, വിശാലാർത്ഥത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം അത് നല്ല സൂചനയായിട്ടാണോ? എങ്ങനെയാണ് താങ്കൾ അതിനെ വിലയിരുത്തുന്നത്? അല്ല, അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ PM മനോജ് തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെ അതായിരുന്നു. അതായത് മദ്യനയം
കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ മദ്യനയം പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇലക്ഷൻ്റെ രണ്ട് വ്യക്തികൾ തമ്മിൽ അല്ല അപ്പോൾ ഈ അങ്ങ് പറഞ്ഞ പോലെ KCBCയോട് മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞു. ഈ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ മദ്യനയത്തെ അന്ന് അനുകൂലിച്ച ഈ ജാതി മതസംഘടനകളെല്ലാം ഇപ്പോൾ കോൺഗ്രസിനോട് മാപ്പ് പറയേണ്ട അവസ്ഥയാണ്, യാഥാർത്ഥ്യമാണുള്ളത്. പുറമേ അവർ ഈ മദ്യനയത്തെ അനുകൂലിക്കുകയും തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത് കിട്ടിയ അവസരത്തിൽ കോൺഗ്രസിനെതിരായിട്ട് പ്രവർത്തിക്കുകയും വോട്ട് ചെയ്യുകയും അവരുടെ അണികളെ കൊണ്ട് വോട്ട് ചെയ്യിക്കുകയും ചെയ്ത ആ ഒരു വലിയ തെറ്റിന് മാപ്പ് പറയേണ്ടതാണ് ഈ മതസംഘടനകളും ജാതി സംഘടനകളും എല്ലാം. അതിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ പേരുകൾ പറയുമ്പോൾ KCBC പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് ബാർ മുതലാളിമാരടക്കം തകർക്കാൻ പോവുകയാണ് ഈ മദ്യത്തെ, ഗൂഢാലോചന നടത്തുകയാണ്, വ്യക്തമായ രീതിയിൽ സൗദ്ദേശത്തോടു കൂടി കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ നടപ്പാക്കിയ മദ്യനയം. എന്ന് പറഞ്ഞ കെ ബാബുവും എന്ന് പറഞ്ഞ ഹസനുമാണ് അതിന്റെ അന്തർനാടകങ്ങൾ ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്നത്. അതിലെ വൈരുദ്ധ്യമാണ് ഒരു പക്ഷേ നിഷേധിക്കാൻ പറ്റാത്തൊരു സത്യമാണല്ലോ. അതായത് മദ്യ ലോബി തീർച്ചയായിട്ടും UDFനെതിരെ ശക്തമായിട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്, വല്ലാണ്ട് പണമൊഴുക്ക് നടത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സംഘടനകൾ പിന്നെ ഞാൻ പറഞ്ഞ ഈ രണ്ട് നേതാക്കളുടെ അന്നത്തെ പ്രതികരണം ഇന്നത്തെ പ്രതികരണവും അതിലെ വൈരുദ്ധ്യമാണ് ശ്രീ. അല്ല, ഒരു പക്ഷേ അന്നത്തെ മദ്യനയം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായിരുന്ന എക്സൈസ് മന്ത്രി എന്നുള്ള രീതിയിൽ ശ്രീ ബാബുവിന് തിരിഞ്ഞു നോക്കുമ്പോൾ പാളിച്ച പറ്റുന്ന അദ്ദേഹം തുറന്നു പറയുന്നതിൽ തെറ്റില്ല. അപ്പോൾ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റാണ് ശ്രീ MM ഹസൻ KPCCയുടെ. അപ്പോൾ അദ്ദേഹത്തിനും ആ തീരുമാനം ശരിയായിരുന്നു. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിനും അത് ബോധ്യപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞതുപോലെ ഈ അന്നത്തെ ജാതി മത വർഗീയ സംഘടനകൾ, അതായത് വോട്ട് ബാങ്ക് എന്ന് സ്വയം അവകാശപ്പെടുകയും അല്ലെങ്കിൽ ജനങ്ങളിൽ സ്വാധീനമുണ്ടെന്ന് പിന്നെ മേനി നടിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരും അവരുടെ സംഘടനകളും കോൺഗ്രസിനെ സഹായിച്ചില്ല. ഈ മദ്യ നയത്തിലുണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ ഈ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല സാമൂഹ്യ രംഗത്ത് ഒരുപാട് സാമ്പത്തിക രംഗത്ത് ചിലപ്പം വരുമാനം കുറഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച അല്ലല്ലോ ഇപ്പോൾ. പക്ഷേ സാമൂഹ്യ രംഗത്ത് കുടുംബങ്ങളിലൊക്കെ കുറച്ചുകൂടെ സമാധാന ഒരു അന്തരീക്ഷം ഉണ്ടായി എന്നൊക്കെയുള്ള പോസിറ്റീവായ ഒരുപാട് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് ഹിന്ദു സംഘടനകളും മുസ്ലിം സംഘടനകളും ക്രൈസ്തവ സംഘടനകളും സഭകളും അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മകളും ഒക്കെ അന്ന് മദ്യനയത്തിനെ വല്ലാണ്ട് ശ്ലാഘിച്ചിരുന്നു UDFന്റെ. അതൊക്കെ വോട്ടായി മാറും എന്ന് കോൺഗ്രസ് ധരിച്ചത് അബദ്ധമായി പോയി എന്ന് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നു. അതിന് ആ ഒരു ഈ ചതി എന്ന് തന്നെ ഞാൻ പറയട്ടെ, അത് കാണിച്ച ഈ വർഗീയ സംഘടനകളാണ് ശ്രീ PM മനോജ് കോൺഗ്രസിനോട് മാപ്പ് പറയണം, അങ്ങ് പറഞ്ഞ പോലെ തിരിച്ചല്ല. ശ്രീ PM മനോജ് അതിനും മറുപടി ഒപ്പം ഈ പറയുന്ന രീതിയിലെ ഒന്ന് എല്ലാ കാലവും, കാരണം ഗ്രൂപ്പ് രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ എങ്ങും എത്താതെ പോകുന്ന ഗ്രൂപ്പ്. കാരണം ഉമ്മൻചാണ്ടി ഒരു പക്ഷേ ഇന്ന് ഈ UDF ചെയർമാൻ സ്ഥാനം പോലും അദ്ദേഹം ഏറ്റെടുക്കാതെ നിൽക്കുന്നു. വ്യക്തമായ എന്തെങ്കിലും നീക്കം അദ്ദേഹത്തിന് കാണുകയും ചെയ്യും. ഇവിടെ ഗ്രൂപ്പ് രാഷ്ട്രീയം വീണ് കിടക്കുമ്പോഴും ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ മുന്നോട്ട് വെച്ച് അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു കോൺഗ്രസിന് ഈ പറയുന്ന യുവ നേതൃത്വത്തെ കൊണ്ടുവന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ആര് രക്ഷകനായി അവതരിക്കുമെന്നൊക്കെയുള്ള ചോദ്യം, അതൊക്കെയും അപ്രസക്തമാക്കുന്ന ഒരു കാഴ്ച. കോൺഗ്രസിൽ എന്ത് സംഭവിച്ചാലും ഒന്നുകിൽ ഇവിടെ ജാതി സമവാക്യം നോക്കണം, ഒന്ന് ചെന്നിത്തല ഇരിക്കുമ്പോൾ മറ്റൊന്ന് ഇന്ന് ഒരു വലിയൊരു കാഴ്ചപ്പാട് പറഞ്ഞത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ കോൺഗ്രസിൽ നിന്ന് അകന്നുപോയി. അതുകൊണ്ടൊരു സമവാക്യം കൊണ്ടുവരണമെങ്കിൽ പല നടപടികൾ, ഒരു പക്ഷേ പല ലക്ഷ്യങ്ങളും ഉമ്മൻചാണ്ടിക്കടക്കം ആ ഒരു നീക്കങ്ങളും കാണും. ഇതൊക്കെയും കൊണ്ടു ചെല്ലുന്നത് വീണ്ടും സങ്കീർണതയിലേക്കാണ്. അല്ല, അതുകൊണ്ടാണ് പറയുന്നത് ഇത് തൊലിപ്പുറമേയുള്ള ചികിത്സയാണ്, ഇത് രോഗം മനസ്സിലാക്കിയുള്ള ചികിത്സയല്ല. കാരണം ഇപ്പോൾ സുധീരൻ്റെ നടപടികൾ, സുധീരൻ KPCC നേതാവായത് കൊണ്ടാണ് UDF തോറ്റതെന്ന് ഒരു പക്ഷം പറയുന്നു, അല്ല ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ നടപടി കൊണ്ടാണ് തോറ്റതെന്ന് മറുപക്ഷം പറയുന്നു. യഥാർത്ഥത്തിൽ ഈ തോൽവി ഗ്രൂപ്പുകളുടെ തലയിൽ വെച്ച് കൊടുത്ത് ഇതിൻ്റെ യഥാർത്ഥ കാരണം കാണാതിരിക്കുകയാണ്. ഈ തോൽവി ഉണ്ടായത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ അല്ലല്ല, കഴിഞ്ഞ 5 വർഷത്തെ UDFന്റെ ഭരണം, ഉമ്മൻചാണ്ടി നയിച്ച ഭരണം, ആ ഭരണമാണ് ഈ അഴിമതി മുഴുവൻ നടത്തിയത്. ആ ഭരണത്തിനാണ് സോളാർ കേസ് ഉണ്ടായത്, ബാർക്കോഴ കേസ് ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് ഈ ഗവൺമെൻറ് ഒറ്റപ്പെടുന്നത്, ഈ ഗവൺമെൻറ് ഓരോ മന്ത്രിമാരും ഒറ്റപ്പെടുന്നത്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒറ്റപ്പെടുന്നത് ഇതിൻ്റെ ഫലമാണ്. അപ്പോൾ അത് ഇവരുടെ നയങ്ങളാണ്. ആ നയങ്ങൾ കണ്ടുവന്നവരാണ് ഹൈക്കമാൻഡ്. ആ നയങ്ങൾക്ക് കുടപിടിച്ച ആളാണ് സുധീരൻ. സുധീരനിടയ്ക്ക് സ്വയം നേതാവാകാനും സ്വയം നല്ല പിള്ള ചമയാനും 4 പേര് കളങ്കിത സ്ഥാനാർത്ഥികൾ നടക്കം പറഞ്ഞു മന്ത്രിമാരെ. ഹൈക്കമാൻഡ് നടപടിയിലേക്ക് പോകാൻ ദുർബലാവസ്ഥയിലാണ് ഹൈക്കമാൻഡ് ശരി, നട്ടലില്ലാത്ത ഹൈക്കമാൻഡ്.
കഴിവുകെട്ട ഹൈക്കമാൻഡ്, കഴിവുകെട്ട സംസ്ഥാന നേതൃത്വം, അതുപോലെ ആ കഴിവുകേടിൻ്റെ എല്ലാ പ്രയോജനം ഉൾപ്പെടുത്തി അഴിമതി നടത്തി തിന്ന് പോഷിച്ച ഭരണാധികാരികൾ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾ. അതാണ് യഥാർത്ഥ പ്രശ്നം. ആ പ്രശ്നം കാണാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ പ്രശ്നമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നടത്തുന്ന ചികിത്സ ഇവരുടെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബാർ കോഴ കേസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ബാർ കോഴ കേസ് ഇപ്പോൾ എന്താ പറയുന്നത്, KCBC ഉൾപ്പെടെയുള്ള ഈ മതസംഘടനകൾ, ജാതി സംഘടനകൾ മദ്യമയം ഇവർ പറഞ്ഞപ്പോൾ മദ്യവിരുദ്ധമാണതെന്ന് തോന്നിയപ്പോൾ അതിനെ അനുകൂലിച്ച ആളുകളൊക്കെ ഇവരോട് മാപ്പ് പറയണമെന്ന് ഇപ്പോൾ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? ഇവരുടെ കാപട്യം, ഇവരുടെ നയം, ഈ മദ്യത്തിനോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ മദ്യപന്മാരോടുള്ള വിപ്രതിപത്ത് കൊണ്ടോ അല്ല ഇവർ നയമുണ്ടാക്കിയത്. മറിച്ച് സുധീറിനേക്കാൾ വലിയ ആളാണ് ഉമ്മൻചാണ്ടി എന്ന് കാണിക്കാനാണ് ഇങ്ങനെ ഒരു നയം രൂപീകരിച്ചത്. ഞാൻ ഈ മദ്യനയത്തിന്റെ കാര്യം ഞാൻ പറയാം. അന്നേ ഇതിലെ ഈഗോ ക്ലാഷ് ഒക്കെ പൊതുജനത്തിന് മനസ്സിലാക്കി. പക്ഷെ അന്ന് അവിടെയാണ് ഞാൻ പറയുന്നത്. അതായത് അന്ന് ഞങ്ങൾ ഇടതുപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞിരുന്നത്, കൃത്യമായി തെളിവുകൾ നിരത്തി പറഞ്ഞിരുന്നത്, ഇവരുടെ ഇത് കാപട്യമാണ്, ഇവരുടെ നയം മദ്യത്തിനുള്ള സമീപനത്തിന് അടിസ്ഥാനപ്പെടുത്തി അല്ല എന്ന്. അതിപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ആ തെളിഞ്ഞ സ്ഥിതിക്ക് ഇതുവരെ മദ്യനയത്തിൻ്റെ പേരിൽ നടത്തിയ എല്ലാ പ്രചാരണങ്ങളും പിൻവലിച്ച് ഇവർ ജനങ്ങളോടും അതുപോലെ അന്ന് അതിനെ അനുകൂലിച്ച്, തെറ്റിദ്ധാരണ മൂലം അനുകൂലിച്ച് പോയവരോടും മാപ്പ് പറഞ്ഞ് പിന്മാറുന്നതാണ് നല്ലത്. ആ മദ്യനയം മാറ്റിയുള്ള ചർച്ച തോൽവിയുടെ കാര്യത്തിൽ ഇവർ നടത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീ സുഗതൻ, പരാജയത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും സുധീറിലേക്ക് വരുന്നു. അതിലെ ആ ഒരു യുക്തിയില്ലായ്മ ഉണ്ടോ, അതോ കൂട്ടുത്തരവാദിത്തത്തിൻ്റെ ഏൽക്കേണ്ട ഒരു ഘട്ടമല്ലേ ഇത്? ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ മുഴുവനും സമ്പൂർണ്ണമായി KPCC അധ്യക്ഷനിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നു എന്ന MM ഹസൻ്റെ അടക്കമുള്ള പ്രസ്താവനയെ താങ്കൾ എങ്ങനെ കാണും? ഇവിടെ പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങളെന്ന് പറയുന്നത് ഈ മനോജ് പറഞ്ഞതോ ഹരിദാസ് പറഞ്ഞതോ നിങ്ങൾ പറയുന്നത് പ്രജീഷ് പറഞ്ഞതോ ഒന്നുമല്ല. ഇവിടെ 39 മണ്ഡലങ്ങളിൽ സാന്നിധ്യം, അതാണ് ഞങ്ങളെ പരാജയപ്പെടുത്തിയത്. പച്ചയ്ക്ക് പറയാം, ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ, കോൺഗ്രസിന് കിട്ടിയ വോട്ടുകൾ അപ്പുറത്ത് പോയി. BDJS-ന്റെ 31 മണ്ഡല സാന്നിധ്യം കേരള സമിതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് LDF അധികാരത്തിൽ വന്നത്. അല്ലാതെ അവിടെയാണ് ശ്രീ ഡി സുഗതൻ ഇത്തരം വർഗീയ കക്ഷികളെ നേരിടാൻ നടത്തിയ അല്ലെങ്കിൽ അതിനുള്ള കഴിവ് പോലും ഇല്ലായ്മ. ഈ ഇല്ലായ്മ ഒന്നും തന്നെ ഈ ക്യാമ്പ് യോഗത്തിലോ അല്ലെങ്കിൽ ഇന്നലെ നടന്ന ചർച്ചകളിലൊന്നും ആരും പറയുന്നില്ല. യഥാർത്ഥ കാരണങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരടക്കം സമ്മതിക്കുന്നില്ല. പകരം ഗ്രൂപ്പ് യുദ്ധത്തിലേക്ക് വീണ്ടും പോകുന്നു. പിന്നെ എങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകും ശ്രീ സുഗതൻ? അല്ല, ഞാൻ ഈ പറഞ്ഞ യഥാർത്ഥ കാരണങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അതൊരു പരസ്യമല്ല. യഥാർത്ഥ കാരണങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് പരാജയപ്പെട്ടു? അത് ഈ അഴിമതി ആരോപണമൊന്നുമല്ല, മദ്യനയവും അല്ല, അതൊന്നുമല്ല. മദ്യനയത്തിൽ ഞങ്ങൾക്ക് വോട്ട് പോയിട്ടുണ്ട്. മോഡറേറ്റ് ഡ്രിങ്കേഴ്സിൻ്റെ വോട്ട് പോയി. ബാറിൽ പോയി മദ്യം വയ്ക്കുന്ന ഇടത്തരക്കാരായ മോഡറേറ്റ് ഡ്രിങ്കേഴ്സ് അവർ ഞങ്ങൾക്കെതിരായിട്ട് വോട്ട് ചെയ്തു. ഗവൺമെൻറ് അവർ പുറത്താക്കാൻ വോട്ട് ചെയ്തു. അതൊരു നിയോജകമണ്ഡലത്തിൽ 10,000 പേരെങ്കിലും കാണും. അതൊക്കെ എനിക്കറിയാം, ഞങ്ങളെപ്പോൾ അറിയാം. മദ്യനയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ ദോഷം വന്നത്. മോഡറേറ്റ് ഡ്രിങ്കേഴ്സ് ഞങ്ങൾക്കെതിരായി വോട്ട് ചെയ്തു. അത് BDJS-ന്റെ സാന്നിധ്യം, ഇതുകൊണ്ടാണ് പരാജയം ഉണ്ടായത്. ഈ പറയുന്ന അഴിമതി ആരോപണം ഒന്നൊരു കാര്യമൊന്നുമല്ല. പാർലമെന്റ് ഇലക്ഷൻ ഇതിനേക്കാൾ അപ്പുറം സോളാർ കത്ത് നിന്നപ്പോഴാണ് പാർലമെന്റ് ഇലക്ഷൻ നടന്നത്. 12 സീറ്റ് ജയിച്ചില്ലേ ഞങ്ങൾ? അഴിമതി ആരോപണം ഞങ്ങൾ ശ്രദ്ധിച്ചതേ ഇല്ല. ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞ് വലിയ ആഘോഷത്തോട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ ആരോപണങ്ങൾ ഇതൊക്കെ സാങ്കല്പികമായ ആരോപണങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിലുണ്ടായത് ആ പുതിയ പാർട്ടിയുടെ സാന്നിധ്യം, അത് LDF-ന് ഗുണം ചെയ്തു. പക്ഷേ ശ്രീ സുഗതൻ, ഈ ചർച്ചകളൊന്നും ദില്ലിയിൽ നടക്കുന്നില്ല. അത് ഹൈക്കമാൻഡ് ഞങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ അതായത് ശ്രീ സുഗതൻ, ഇതിൻ്റെ ചുരുക്കം പറഞ്ഞാൽ, കാരണം യുവനിരയ്ക്ക് വേണ്ടിയൊക്കെയുള്ള വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ വരുന്നു. പക്ഷേ ഇതൊക്കെ സാധ്യമാകുമോ? യുവനിര നേതൃത്വം എന്ന ഒരു ഇക്വേഷൻ, അതാണല്ലോ AK ആന്റണി അടക്കം കേരളത്തിൽ വന്ന് ആവർത്തിച്ചത്. ഇതിന് എത്ര കാലം എടുക്കും ശ്രീ സുഗതൻ? ഇങ്ങനെ ഒരു യുവനിര വന്ന് രക്ഷകനായി വരുന്നു, അല്ലെങ്കിൽ എല്ലാ മേഖലയിലുള്ള പുനഃസംഘടന, KPCC-യുടെ സെക്രട്ടറിമാർ, ജനറൽ സെക്രട്ടറിമാരടക്കം ഒരു കാലത്ത് ജനറൽ സെക്രട്ടറി ആകുന്നാൽ വീണ്ടും DCC അധ്യക്ഷനായി വരുന്നു. ഇങ്ങനെയുള്ള ആ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൈമാറ്റത്തിനൊക്കെയും എത്ര നാൾ എടുക്കും ശ്രീ സുഗതൻ ഈ ഒരു മാറ്റത്തിന്? ഇപ്പോൾ മുഗൾ വാസനിക്ക് പറഞ്ഞത് അഖിലേന്ത്യാ തലത്തിലുള്ള കാര്യങ്ങളാണ്. കേരളത്തെ ഉദ്ദേശിച്ച് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്. അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഞങ്ങൾ അധികാരത്തിലില്ല, മൊത്തത്തിൽ നിങ്ങൾക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞതാണത്. അല്ല, കേരളത്തിലെ യുവാക്കളെല്ലാം നേതാക്കന്മാരാണല്ലോ ഇപ്പോൾ തന്നെ. ഇവിടെയുള്ള എല്ലാ യുവാക്കളും നേതാക്കന്മാർ തന്നെയാണ് ഇപ്പോൾ തന്നെ. കേരളത്തെ ഉദ്ദേശിച്ചല്ല അത് പറഞ്ഞിരിക്കുന്നത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കാര്യങ്ങളാണ് പറഞ്ഞത്.
തീർച്ചയായും ശ്രീ KVS, ഇവിടെയാണ് ഈ കൂട്ടുത്തരവാദിത്തത്തിൽ നിന്നും ഒരു പക്ഷേ ഒളിച്ചോട്ടം. ഈ ഇന്ന് നടത്തിയ നേതാക്കന്മാരുടെ ഒക്കെ തന്നെ പ്രസ്താവന, പക്ഷേ യഥാർത്ഥ കാരണങ്ങൾ പലതുണ്ട്. ഒന്ന്, ഈ വർഗീയതയടക്കം ചെറുക്കുന്നതിൽ വന്ന വലിയ പാളിച്ച, അഴിമതി. ഇവിടെ ഡി സുഗതൻ പറഞ്ഞതൊന്നും അഴിമതി ഒരു കാരണമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു ഘട്ടമാണ്, അത് സ്വാധീനിക്കപ്പെട്ട ഘട്ടമാണ്. ഇതൊന്നും കാണാതെ, ഇതൊന്നും ഈ പറയുന്ന ക്യാമ്പ് യോഗത്തിലോ അല്ലെങ്കിൽ ക്യാമ്പിലോ ഡൽഹിയിൽ നടന്ന ചർച്ചയിലോ ഒന്നും തന്നെ അതൊന്നും പരാമർശിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ കാരണങ്ങൾ രജിസ്റ്റർ ചെയ്യാതെയുള്ള ഈ ചർച്ചകൾ, ഈ കോൺഗ്രസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പൊക്കെ അവകാശപ്പെടുന്ന നേതാക്കൾക്കോ ഒക്കെ ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ അവർക്കും അറിയാം, എങ്ങും എത്താൻ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം വ്യക്തമാണ്. ശ്രീ KVS, ഇവരുടെയൊക്കെ ഇപ്പോഴുള്ള പ്രതികരണങ്ങളൊക്കെ ഗ്രൂപ്പ് നോക്കി മാത്രം മുന്നോട്ട് പോകുന്നു. അല്ലെന്ന് ഇപ്പോഴും ഇവരുദ്ദേശിക്കുന്നത് എന്താ? തങ്ങൾ ആഗ്രഹിച്ചത് നടക്കണമെന്ന് മാത്രമേ ഒരു സുധീരനുള്ളൂ, ചെന്നിത്തലയ്ക്കുള്ളൂ, ഉമ്മൻചാണ്ടിക്കുള്ളൂ. ഈ 3 പേരുടെയും താല്പര്യങ്ങൾ നമുക്കറിയാം. മനോജ് പറഞ്ഞ പോലെ തൊലിപ്പുറത്തെ ചികിത്സയ്ക്കുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വേണമെന്ന് വെച്ചാൽ പ്രതീക്ഷയെ നമുക്കറിയാം 3 വർഷം ഇനി കോൺഗ്രസ്സിനുണ്ട്. കാരണം അടുത്ത 3 വർഷത്തേക്ക് ഇനിയിപ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുപ്പൊന്നും വരാനില്ല. സംഘടന കെട്ടിപ്പടുക്കണമെങ്കിൽ, UDF-നെ ശക്തമാക്കണമെങ്കിൽ ഒക്കെ തന്നെ നല്ല അവസരമാണ് അവർക്കുള്ളത്. അതിന് പാകത്തിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ കേന്ദ്രത്തിൽ എന്താ സ്ഥിതി? ഇതിനേക്കാൾ അപ്പുറമല്ലേ? എന്തൊരു ദയനീയ അവസ്ഥയിലാണ് അവർ പെട്ടിരിക്കുന്നേ. ഇങ്ങനെ ഒരു പാർട്ടിയുണ്ടോ, ഒരു നേതൃത്വം ഉണ്ടോ? ആലോചിച്ച് നോക്കൂ. ആ നേതൃത്വത്തിൻ്റെ കീഴിൽ ഇവിടെ എത്ര ശക്തമായ ആൾക്കാരുണ്ടായാലും ഈ പ്രസ്ഥാനം രക്ഷപ്പെടുമോ? അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇനി 2019. ഈ സാധാരണ കേരളത്തിൽ കോൺഗ്രസ്സുകാർ ജയിക്കാറുള്ളത് ഈ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ മുഴുവൻ വോട്ട് സമ്പാദിച്ചിട്ടാണ് കേരളത്തിൽ അവർക്ക് ജയം സാധിക്കാറുള്ളത്. കാരണം അതിനൊരു കാരണം കേന്ദ്രത്തിൽ ഇവർ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കണക്ക് കൂട്ടൽ പലപ്പോഴും കേരളത്തിലെ ജനതയ്ക്കുണ്ട്. ഈ 2019 ആകുമ്പോൾ അതുണ്ടാകുമോ? കേരളത്തിൽ, ഇന്ത്യയിൽ എവിടെയാണ് കോൺഗ്രസ് ഉണ്ടാവുക? അതിനു മുമ്പ് ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നുണ്ട്. അവിടെ മുഴുവൻ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് ആലോചിക്കാം. പഞ്ചാബ് പോലുള്ള സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ ഗുജറാത്തിൽ, മണിപ്പൂർ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും കഷ്ടിച്ച് ഏതെങ്കിലും കുറച്ച് സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ ഈ അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ 2019 ആകുമ്പോഴത്തേക്കും എൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എനിക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഒരിടത്തും ഉണ്ടാവാത്ത ഒരു സ്ഥിതി സംജാതമാവും. അപ്പോൾ കേരളത്തിൽ ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തേണ്ട ഒരു വിഷയമാണ്. അതുമാത്രമല്ല പ്രതീക്ഷേ, ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജനതാദൾ എസ്, ജനതാദൾ യു പോലുള്ള കുറേ പാർട്ടികൾ ഇവരുടെ കൂടെ ഉണ്ട്. RSP പോലുള്ള പാർട്ടികൾ. അവരുടെ അവസ്ഥ എന്താ? ഇപ്പോൾ JDU-നും RSPക്കും ഇപ്പോൾ കേരളത്തിൽ നിയമസഭാ അംഗങ്ങളില്ല. ആ പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഏതാണ്ട് പിന്നാക്കം പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ബാക്കിയുള്ളത് മാണിയും അതുപോലെ തന്നെ ലീഗുമാണ്. ഈ 2 പാർട്ടികൾക്ക് എത്ര കാലം ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റും? നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. അവരെ ആത്മവിശ്വാസത്തിലെടുക്കാൻ, ഈ മാണിയെയും ലീഗിനെയും ആത്മവിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ ഇന്നത്തെ നിലയ്ക്ക് കോൺഗ്രസിനോ UDF-ൻ്റെ നേതൃത്വം നൽകുന്ന നേതാക്കന്മാർക്കോ കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല അത് കഴിയുമെന്ന്. കാരണം ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ മാണിയും ലീഗും UDF-ൽ നിന്ന് പുറത്തു വരും. എൻ്റെ വിശ്വാസം അവരിലും KM മാണി ഉൾപ്പെടെയുള്ളവർ BJP-യോടൊപ്പം ചേർന്നാൽ പോലും അതിശയിക്കാനില്ല. കാരണം അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. കാരണം മാണിക്ക് എപ്പോഴും അധികാരം ഇല്ലാതെ ഒന്നും അടുത്ത കാലത്തൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റൂല. തീർച്ചയായും താങ്കളിലേക്ക് ശ്രീ PM മനോജ് ഇവിടെ സൂചിപ്പിച്ച ഒന്ന്, ഈ ന്യൂനപക്ഷ സമുദായങ്ങളൊക്കെയും LDF-നൊപ്പം പോവുകയും അല്ലെങ്കിൽ ചില പോയി, മാത്രമല്ല ഭൂരിപക്ഷ സമുദായങ്ങൾ BDJS ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇടവ സമുദായങ്ങളൊക്കെയും BJP-ക്കൊപ്പം പോവുകയും ചെയ്യുന്ന അവസ്ഥ, ഇതിനെ ഒന്നും പിടിച്ചു നിർത്താൻ കഴിയാതെ പോയി. ഈ 2019 അല്ലെങ്കിൽ ഈ പറയുന്ന അടുത്ത തിരഞ്ഞെടുപ്പ് KVS സൂചിപ്പിച്ചതുപോലെ ആ ഒരു കാലഘട്ടമല്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ദുർബലാവസ്ഥ അതുതന്നെയാണ്. ഒരുപക്ഷെ ആ സ്പേസ് BJP-യിലേക്ക് പോകുന്നു. അതിനൊക്കെയുള്ള സമയം, വലിയ രീതിയിലുള്ള അതിനുള്ള ദൈർഘ്യമൊന്നും ഇല്ല എന്നാണ് ഒരുപക്ഷെ എല്ലാവരും വിലയിരുത്തുന്നത്. അതുതന്നെയാണ് ഇന്ന് സുധാകരനടക്കം മുന്നോട്ട് വെച്ച ആ ഒരു ഗൗരവമുള്ള വിഷയം. അതുകൊണ്ടൊരു ഉയർത്തെഴുന്നേൽപ്പിന് കഴിയുന്ന ഒരു സാഹചര്യമാണോ ഇന്നുള്ളത്? നേതൃത്വത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെയോ ഹൈക്കമാൻഡിൻ്റെ ഒക്കെയും ഇടപെടൽ ഏത് രീതിയിലാണ്? അതിനുള്ള സമയം താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഈ AK ആന്റണി പറഞ്ഞിരിക്കുന്ന 6 മാസം കൊണ്ട് ഒരു പക്ഷേ കോൺഗ്രസിനെ പെട്ടെന്ന് മടങ്ങിക്കൊണ്ടുവരാൻ കഴിയും. 6 മാസമല്ല, അല്ലെങ്കിൽ 3 വർഷം എടുത്താലും ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ പ്രതികരണങ്ങളുടെ അടക്കം ഇടപെടലുകളുടെ അടക്കമുള്ള സാഹചര്യത്തിൽ താങ്കൾക്ക് എങ്ങനെ കാണാൻ കഴിയും? ഇന്നത്തെ സാഹചര്യത്തിൽ
നമ്മൾ പറയുന്നതൊന്നുമല്ല വിഷയം യഥാർത്ഥത്തിൽ ശ്രീ സുഗതം പറഞ്ഞതാണ്. കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനാവാത്ത വിധം നേർത്ത് വരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ബലമുള്ള ബി ജെ പിയിലേക്ക് എന്തുകൊണ്ട് തങ്ങൾക്ക് പോയിക്കൂടാ എന്ന് കോൺഗ്രസ്സുകാർ കൂട്ടത്തോടെ ചിന്തിക്കുന്ന അവസ്ഥ വരുന്നു. ശ്രീ സുഗതൻ ഉന്നയിച്ച ആശങ്ക, അദ്ദേഹം പറഞ്ഞത് ഞങ്ങളിൽ നിന്നാണ് ആൾ പോകുന്നത്, ഞങ്ങളാണ് ശോഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ശോഷിക്കുന്നത്? ഈ ബി ജെ പി ഏത് കോൺഗ്രസ് ഏതെന്ന് തിരിച്ചറിയാൻ അവർക്ക് തന്നെ കഴിയുന്നില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായ നയങ്ങളാണ് പ്രശ്നം. മതന്യൂനപക്ഷങ്ങൾ അപ്പാടെ അപ്പുറത്തോ ഇപ്പുറത്തോ പോയി എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ മതനിരപേക്ഷത സംരക്ഷിക്കണമെന്ന് ധരിക്കുന്ന അതിനാഗ്രഹമുള്ള ജനങ്ങൾ സ്വാഭാവികമായും അത് സാധ്യമാകുന്നത് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലാണ് എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിട്ടിട്ട് ആളുകൾ വന്നത്. പിന്നെ ശ്രീ സുഗതൻ മറ്റൊരു കാര്യം പറഞ്ഞു, BDJS 39 മണ്ഡലത്തിൽ എന്തൊക്കെയോ നേട്ടം ഉണ്ടാക്കിയത് കൊണ്ടാണ് UDF തോറ്റുപോയതെന്ന്. യഥാർത്ഥത്തിൽ കെ ബാബു മത്സരിച്ച തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ BDJS പരസ്യമായി ബാബുവിന് പിന്തുണ കൊടുക്കുകയായിരുന്നു. ബാബുവിന് എന്ത് വില കൊടുത്തും ജയിപ്പിക്കണമെന്ന തീരുമാനത്തോടെയാണ് BDJS പ്രവർത്തിച്ചത്. അവിടെ തോറ്റു. അഴിമതിയാണോ വിഷയം? അഴിമതി അല്ലേ വിഷയം? കെ ബാബു അഴിമതിയുടെ പ്രതീകമായത് കൊണ്ടല്ലേ ജനങ്ങൾ തോൽപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇവരിപ്പോഴും ഏതെങ്കിലും ജാതി മതം അപ്പുറത്ത് അക്കള്ളിയിൽ നിന്ന് ഈ കള്ളിയിലെടുത്ത് വെച്ച് ഈ കള്ളിയിൽ നിന്ന് മറ്റേ കള്ളിയിലെടുത്ത് വെച്ച് അങ്ങനെ ഏതാണ്ട് കൂട്ടിക്കെട്ടി, സാധാരണ ഇവരെ കൂട്ടിക്കെട്ടുന്ന ചരട് എന്ന് പറഞ്ഞ ഭരണമാണ്. ഈ ഭരണം അങ്ങ് പോയി കഴിഞ്ഞാൽ ചരട് പൊട്ടി ഇതങ്ങ് തെറിച്ചു പോകും. ഇപ്പോൾ അങ്ങനെ തെറിച്ചൊരവസ്ഥയിലാണ്. ആ തെറിച്ചത് പിന്നെയും കൂട്ടിക്കെട്ടാൻ ജാതിയും മതമാണ് ശ്രീ സുഗതൻ നോക്കുന്നത്. അപ്പൊ അങ്ങനെ പഴയകാല ജാതി ഇക്വേഷൻസ് പോലും ഇപ്പോൾ ഇവർക്ക് നിലനിർത്താൻ കഴിയുന്നില്ല. ഭരണം പോയാൽ അത് കഴിയില്ല. അവിടെയാണ് ശ്രീ അജിത്ത് ഞാൻ സൂചിപ്പിച്ച അപകടാവസ്ഥ. ആ രീതിയിൽ ആ ഇക്വേഷൻ പോലും പാലിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇതൊക്കെയും ആത്യന്തികമായി ചെന്നെത്തുന്നത്. ശ്രീ മനോജ് എന്തൊക്കെ പറഞ്ഞാലും അതിനകത്ത് മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ഇതിന് മറ്റൊരു മുഖം കൂടിയുണ്ട്, ഈ നാണയത്തിന് മറ്റൊരു വശം കൂടിയുണ്ടല്ലോ. ശ്രീ സുഗതൻ പറഞ്ഞതിന് അനുബന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരു BDJSനോ 39 സീറ്റിലെ അവരുടെ ആധിപത്യത്തെക്കുറിച്ചോ അല്ലെ അവർക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന് ഉപരിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എല്ലാ കാലത്തും കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന ഈ പറഞ്ഞ മതന്യൂനപക്ഷങ്ങൾ ഇത്തവണ കോൺഗ്രസിനെ കൈയൊഴിഞ്ഞു എന്നുള്ളതാണല്ലോ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് എന്തുകൊണ്ട് അതിൻ്റെ ഒരു മറുവശം എന്ന് ഞാൻ പറയുന്നത്, BJPയുടെയും സംഘപരിവാറിൻ്റെയും കൂട്ടാളികളായിട്ട് ഏറ്റവും ഓടി വന്ന BDJSൻ്റെയൊക്കെ ഭീഷണി ഏറ്റവും ശക്തമായിട്ട് ഇടതുപക്ഷത്തെക്കാൾ നേരിട്ടത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് ആണ് 1-ാം നമ്പർ ശത്രു എന്ന് പ്രഖ്യാപിച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാവും വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ AK ആന്റണിയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ നിലപാട് അത് പറയണം. ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിലപാട് അത് തന്നെയായിരുന്നു. അത് ജനങ്ങൾ വിശ്വസിച്ചില്ല. അപ്പോൾ BJPയെ 1-ാം നമ്പർ ശത്രുവായിട്ട് കോൺഗ്രസ് കാണുന്നു എന്ന് പറയുമ്പം ഇടതുപക്ഷം ശക്തമായ നിലപാടെടുത്തില്ല BJP ഇതിനോട്, ഈ സംഘപരിവാർ അജണ്ടയോട്. പിന്നെ എങ്ങനെ ഈ ജനങ്ങൾ ഈ റിസൾട്ടിൽ അപ്പോൾ അതിനകത്ത് വേറൊരു അപകടം എന്ന് പറയുന്നത്, അപ്പോൾ BJP എന്തോ വലിയൊരു ഭീഷണിയായി പോകുന്നോ എന്നുള്ളൊരു ആശങ്ക വന്നു. അതിലെ ഒരു ഈ പറയുന്ന ഒരു കാരണം മുഖ്യമാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഒരു പോസ്റ്റ്മോർട്ടം ഈ പറയുന്ന നിങ്ങളുടെ യോഗങ്ങളിലോ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ശ്രീ അജിത്ത്, സൗദേശത്തോട് നടന്നോ? താങ്കൾക്ക് പറയാൻ കഴിയുമോ? താങ്കൾക്ക് ഈ വർഗീയതയടക്കം നേരിടുന്നതിൽ വന്ന പാളിച്ചയെ സംബന്ധിച്ച് കേന്ദ്രീകരിച്ച് എന്ത് ചർച്ചയാണ് 2 ദിവസത്തെ ഈ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നടന്നത്? ക്യാമ്പ് യോഗം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംഘപരിവാർ ഒരു പിക്മിയാണ്. ഈ പിക്മി വലിയ ബഗനാണ്, ഭീമനാണെന്നുള്ള രീതിയിൽ കാണേണ്ടി വരുന്നോ എന്നുള്ളതിൻ്റെ ആശങ്കയിലാണ്, അങ്ങനെ വളർന്നു വരുന്നു എന്നുള്ള ആശങ്കയിലാണ് ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനെ തൽക്കാലത്തേക്ക് കൈവിട്ടിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ ചോദിച്ചത്, അഴിമതി, ഈ പറയുന്ന വർഗീയത നേരിടുന്നതിൽ വന്ന വീഴ്ച, ഇതൊക്കെയും കൃത്യമായി തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞല്ലോ. ഈ തിരഞ്ഞെടുപ്പിന് ശേഷവും നിങ്ങൾക്ക് ഹൈക്കമാൻഡ് ആ ചർച്ച അന്തിമമായി എത്തുന്ന ഒരു ഘട്ടമാണ്. കേരളത്തിൽ നിങ്ങൾക്ക് ആ ഒരു ചർച്ചയ്ക്കെങ്കിലും എവിടെ പിഴച്ചു എന്ന് സൗത്ത് ദേശത്തോടെ ഒരു ചർച്ചയ്ക്ക് നടത്താൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്? തീർച്ചയായിട്ടും നെയ്യാർ ഡാമിലെ ക്യാമ്പിൽ അതിൻ്റെ ചർച്ച നടന്നിട്ടുണ്ട്. ഈ അഡ്വക്കേറ്റ് സുഗതൻ പറഞ്ഞ പോലെ ഹൈക്കമാൻഡിന് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് എന്തൊക്കെയായിരുന്നു വിഷയങ്ങൾ എന്നുള്ളത്. അത് പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം പുറത്തു പറയാൻ പറ്റുന്ന രീതിയിലുള്ള ചർച്ചകളല്ലല്ലോ. പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഹസൻ പറഞ്ഞു. എത്ര ജനാധിപത്യ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാലും പലതും പരസ്യമായിട്ട് വിളിച്ചു പറയുന്നതിന് പരിമിതികളുണ്ട്. ഈ അഡ്വക്കേറ്റ് സുഗതൻ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ ശ്രീ KVS സൂചിപ്പിച്ച അതിന് ഏകദേശം ഒരുപോലെ ഇത് തരണം. ചില കാര്യങ്ങൾ നമ്മൾ 4 പേരും ഞങ്ങൾ ഒരുമിച്ച് ഒരേ യോജിപ്പിലെത്തുകയാണ്. അതായത് ഈ പറഞ്ഞ ഈ BJP സംഘപരിവാർ ഒരു മോർ ദാൻ ലൈഫ് സൈസ് ഇമേജിനേക്കാളും വലുതായിട്ട് വരുന്നു എന്നുള്ള ആശങ്ക അവിടെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കേ, അപ്പം പിന്നെ കോൺഗ്രസിനെ അതിന്
നേരിടാൻ കഴിയുന്നില്ലേ, അപ്പോൾ ഇവർ വലിയ ഭീഷണിയായി പോകുമെന്നുള്ളത് കൊണ്ടാണ് ഈ 10-39 മണ്ഡലങ്ങളിൽ അവർക്ക് കൂടുതൽ വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിഞ്ഞത്. ആ വോട്ടുകൾ ഒരു കിറ്റിലേക്ക് പോയപ്പോൾ അത് UDF-ന്റെ വോട്ടുകളായിട്ട് അതായത് ഈ പറയുന്ന ഈ നീക്കത്തിന് പോലും ഒരു ജാതി യുക്തിയുണ്ട്. കാരണം ഇവിടെ KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. മറുവശത്ത് ഒരു പക്ഷേ ന്യൂനപക്ഷം കൈവിടുന്ന ന്യൂനപക്ഷമുണ്ട്. അവരെ പിടിച്ചു നിർത്താനടക്കം ഒരു മാറ്റം നേതൃത്വ വേണം. അങ്ങനെ ഒരു മാറ്റം വേണമെന്നൊരു പക്ഷേ ഇതിൻ്റെ പിന്നിലുണ്ടോ? അല്ല, അങ്ങനെ ഈ ന്യൂനപക്ഷ ഇക്വേഷൻ കൃത്യമാക്കാൻ ഈ ജാതി മത ഈ അതായത് കമ്മ്യൂണൽ പരിഗണനകൾ എല്ലാ കാലത്തും എല്ലാ പാർട്ടിയിലും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസും അതിൽ നിന്ന് മോചിതമൊന്നുമല്ല. പക്ഷേ ഈ പറഞ്ഞ ഈ ത്രിമൂർത്തികളുടെ ജാതി അതിൻ്റെ ഉള്ള അവാന്തരമൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇതേ വേണ്ട. അതുപോലെ ശ്രീ KVS പറഞ്ഞ മറ്റൊരു കാര്യത്തോട് ഞാൻ പറയാണ്, ഒരു ഇനി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ഇനി ഒരു വലിയൊരു ജനഹിത പരിശോധന ഉണ്ടാകാൻ പോകുന്നത് 3 കൊല്ലത്തിനപ്പുറം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ ഈ ഒരു 6 മാസത്തിനുള്ളിലല്ല, പോട്ടെ, ഒരു 12 മാസത്തിനുള്ളിലെങ്കിലും കോൺഗ്രസിന് ശക്തമായി തിരിച്ചു വരാനുള്ള കാലാവധിയുണ്ട്. അതിലേക്കുള്ള ചുവടുവയ്പ്പുകൾ ഇപ്പോഴേ നടത്തി തുടങ്ങണം. ഈ പറഞ്ഞതുപോലെ പരസ്പരം പ്രത്യാരോപണം ഉന്നയിക്കുകയും അല്ലെങ്കിൽ പിന്നെ ഈഗോ ക്ലാഷുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇന്നാര് മാറണമെന്നൊന്നും സ്പെസിഫിക് ആയിട്ട് പരസ്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതേ ഉള്ളൂ. മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ വരുന്ന 6 മാസത്തിനുള്ളിൽ അല്ലെ വരുന്ന 3 കൊല്ലങ്ങൾക്കുള്ളിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് സംഘടന കേരളത്തിൽ അതാണ് ശ്രീ പി മനോജ് ഇവിടെ ഉയർത്തെഴുന്നേറ്റ പാരമ്പര്യമുണ്ട്. കാരണം 9-ൽ നിന്നുമൊക്കെ എത്തിയ അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ വലിയ പതനങ്ങളിൽ നിന്ന് കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. അതുകൊണ്ട് അത്ര രീതിയിൽ തള്ളാവുന്ന ഒരു സാഹചര്യമല്ല. നെവർ. അതിനെ താങ്കൾ ഒന്ന് ആ ചരിത്രം കൂടി ഒന്ന് താരതമ്യം ചെയ്യൽ, അന്നത്തെ സാഹചര്യമാണോ എന്നുള്ള ആ സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ചു. അല്ല, അങ്ങനെ ഉറപ്പായിട്ടും ഉയർത്തെഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇദ്ദേഹം പറയുന്ന പോലെ പിഗ്മി ഒന്നുമല്ല BJP-യുടെ ഭീഷണി. അത് BJP-യുടെ ഭീഷണി വലിയ ഭീഷണി തന്നെയാണ്. RSS സംഘപരിവാരം ഉയർത്തുന്ന KVS ചിലപ്പോൾ അത് സമ്മതിക്കില്ലായിരിക്കും. പക്ഷേ കേരളത്തിൽ സംഘപരിവാരത്തിൻ്റെ വേരോട്ടം ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു ഭീഷണി. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പരിമിതമായെങ്കിലും മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിൽക്കാൻ വാക്കുകൾ കൊണ്ടെങ്കിലും തയ്യാറാകുന്ന ഇവർ ഇവിടെ ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ നമ്മൾ വലിയൊരു ഭാണ്ഡക്കെട്ട് കൊണ്ടുപോകുമ്പോൾ, അതായത് മാലിന്യത്തിൻ്റെ ഭാണ്ഡക്കെട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് മുമ്പിൽ കുറേ മറ്റേ സുഗന്ധദ്രവ്യങ്ങൾ സ്പ്രേ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. ഇവരിപ്പോൾ ചെയ്യുന്നതാ ഈ നാറ്റം മുഴുവൻ ഈ അല്പം അത്ര പൂശി ഇതങ്ങ് നാറ്റം മാറിപ്പോവും, അതുകൊണ്ട് രക്ഷപ്പെടാമെന്നാണ് കരുതുന്നത്. ആ കരുതൽ മാറ്റിവെച്ച് യഥാർത്ഥ കോസ് എന്താണ്, ഈ പരാജയത്തിൻ്റെ കാരണം എന്താണ്, ആ കാരണം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയ അതവർ നടത്തണം. അത് നടത്തുന്നില്ല എന്നതാണ് ഒരു കാര്യം. 2, ഇവരിപ്പോഴും ഗ്രൂപ്പ് സമവാക്യങ്ങൾ വെച്ചിട്ടും ജാതി സമവാക്യങ്ങൾ വെച്ചിട്ടും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നത്. അത് ഉപേക്ഷിക്കാത്തടത്തോളം കാലം BJP-ക്ക് നേട്ടം ഉണ്ടാകുക. കാരണം ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞല്ലോ, മതന്യൂനപക്ഷങ്ങൾ ഇവരെ വിട്ടു ഇവർ തന്നെ പറയുന്നു. എന്നിട്ട് ശ്രീ സുഗതൻ എന്താ പറഞ്ഞത്, അഡ്വക്കേറ്റ് സുഗതൻ എന്താ പറഞ്ഞത്, VDJS വന്നുകൊണ്ട് ഞങ്ങളുടെ വോട്ടൊക്കെ അവരും കൊണ്ടുപോയി. അപ്പോൾ പിന്നെ ഇവരാരുള്ളത്? ഈ കോൺഗ്രസിന് എന്തെങ്കിലും ഒരു നിലനിൽപ്പ് കേരളത്തിൽ വേണ്ടേ? ഈ മുസ്ലിം ലീഗും അതുപോലെ കേരള കോൺഗ്രസും 2 കൂട്ടരും ഇവരെ മുന്നണിയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഏത് സീറ്റിലാണ് കോൺഗ്രസിന് കെട്ടിവെച്ച കാശ് കേരളത്തിൽ കിട്ടുക? അത്രയും മോശമായുള്ള ഇവരുടെ അവസ്ഥ. ഈ റിയാലിറ്റി മനസ്സിലാക്കാതെ ഇങ്ങനെ തമ്മിലടിച്ച് നടന്നു കഴിഞ്ഞാൽ ഇവർ പണ്ട് കൗരവ കുലം മുടിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതിനേക്കാൾ മോശമായിട്ട് ഇവർ അവിടെ യഥാർത്ഥ കാരണങ്ങൾ ഇനിയും അന്വേഷിച്ചിട്ടില്ല. അതിന്മേലുള്ള ഒരു പോസ്റ്റ്മോർട്ടം ഇനിയും നടന്നിട്ടില്ല. ശ്രീ KVS, അത് തന്നെയാണ് ഇപ്പോൾ മനോജ് പറഞ്ഞത് തന്നെയാണ് വസ്തുത. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് നശിക്കണമെന്നൊന്നും നമുക്ക് ആർക്കും ആഗ്രഹമില്ല. വളരെ പാരമ്പര്യമുള്ള പാർട്ടി തന്നെയാണ്. ഒരു പ്രതിപക്ഷ പ്രസ്ഥാനം എന്ന നിലയിലേക്കെങ്കിലും അതുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് എൻ്റെ ഒരു അസസ്മെൻറ്റ് പ്രതീക്ഷയെ ഞാൻ വ്യക്തമായിട്ട് പറയാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് UDF-ൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഉണ്ടാകാൻ പോകുന്നില്ല, യാതൊരു സംശയമില്ല. കാരണം അത് എവിടേക്ക് പോകുന്നു എന്നുള്ളതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു വിലയിരുത്തൽ, അത് NDAയുടെ ഭാഗമാവാൻ സാധ്യതയുണ്ട് കേരളത്തിൽ. അത് എത്രത്തോളം വേഗത്തിലാവുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ദേശീയ തലത്തിൽ വേരില്ലാത്ത, ഒരു കാരണവശാലും അധികാരത്തിലെത്താൻ സാധ്യതയില്ലാത്ത ഒരു പ്രസ്ഥാനത്തിനൊപ്പം ലീഗും കേരള കോൺഗ്രസും നിന്നിട്ട് എന്താ കാര്യം? ചിന്തിക്കുന്ന തന്നെ എൻ്റെ വിശ്വാസം. ഇപ്പൊ തന്നെ മാണിയെ പോലുള്ളവർ ചിന്തിക്കുന്നുണ്ടാവണം, പുറത്ത് പറയുന്നുണ്ടാവില്ല. ഞാൻ ഒരു കാര്യം കൂടി പ്രതീക്ഷ പറഞ്ഞോളൂ. ഒരു കാര്യം കൂടി പ്രതീക്ഷ, ഞാനിപ്പോൾ കോൺഗ്രസ് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ നമ്മൾ പുലർത്തിയെന്ന് പറയുന്നുണ്ടല്ലോ. ഒരു കാര്യം കൂടി ഞാൻ പ്രതീക്ഷ വച്ച് പുലർത്തിയെന്ന് പറയുന്നുണ്ടല്ലോ. ഏത് സ്റ്റേറ്റിലാണ്, എവിടെയാണ് കോൺഗ്രസ് തിരിച്ചു വന്നിട്ടുള്ളത് ഈ അടുത്ത കാലത്ത്?
നമ്മൾ ആലോചിച്ച് നോക്കൂ, നരസിംഹറാവു ഗവൺമെൻറ്റിന് ശേഷം ഇവർ തിരിച്ചു വന്നിട്ടുള്ളത് പലപ്പോഴും സഖ്യകക്ഷി ഗവൺമെൻറ്റിൻ്റെ പേരിലാണ്. UPA 1 കാര്യം നമുക്കറിയാം, ആ നിലയിലാണ്. പക്ഷെ ഒരു സംസ്ഥാനത്ത് ഇവർക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. നഷ്ടപ്പെട്ടവർക്ക്, അധികാരം നഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ, കർണാടക ഒഴിച്ച്. കർണാടകത്തിൽ വന്നത് തന്നെ BJPയിൽ ഭിന്നിപ്പുണ്ടായത് കൊണ്ടാണ്. വേറെ ഒരു സ്റ്റേറ്റിലും തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല, ഇവർക്ക് തിരിച്ചു വരാൻ കഴിയുകയില്ല. അതിന് തക്ക നേതൃത്വം ദേശീയ തലത്തിലില്ല, സംസ്ഥാന തലത്തിലില്ല. ആ വസ്തുത നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കോൺഗ്രസ്സുകാർ ഇനി അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവർ ചെന്ന് പെടുന്നത് പടുകുഴിയിലാണ്. അതിന് വ്യക്തമായ ഒരു മറുപടി സുഗതൻ. അപകടങ്ങൾ മുന്നിൽ വലിയ രീതിയിൽ വരികയാണ്. ഇവിടെ ഇപ്പോൾ എല്ലാവരും എല്ലാവരും BJPയുടെ ആരാധകരായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഹരിദാസ് ഉൾപ്പെടെ മനോജ് പലരും BJPയുടെ ആരാധകരാണ് അവരെ. ഇപ്പോൾ വളരെ ദുഃഖം തോന്നുന്നുണ്ട്. കോൺഗ്രസ്സാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര കക്ഷി. കോൺഗ്രസിനെ മാത്രമേ BJP പരാജയപ്പെടുത്താൻ കഴിയൂ. ഇപ്പോൾ കോൺഗ്രസ് ശക്തിപ്പെടുത്താൻ ഇടതുപക്ഷ പ്രസ്ഥാനം ഉൾപ്പെടെ മുന്നോട്ട് വരണം, എങ്കിൽ മാത്രമേ BJP പരാജയപ്പെടുത്താൻ കഴിയൂ. ഇപ്പോൾ ഇവരെല്ലാവരും BJPയുടെ ആരാധകന്മാരായി മാറിയിരിക്കുകയാണ്. അത് ശരിയല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വർഗീയ കക്ഷിക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. ഇന്ത്യയുടെ ചരിത്രം അതാണ്. 6 മതങ്ങളും 6400 സമുദായങ്ങളും 1650 ഭാഷകളുമുള്ള ഇന്ത്യയിൽ ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോയത് കോൺഗ്രസ്സാണ്. അവിടെ ഒരു മതാധിഷ്ഠിത ഭരണകൂടം നിലനിൽക്കില്ല. അത് ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ BJP പോയേ പറ്റൂ. അതിനെ നേതൃത്വം കൊടുക്കാൻ, ആ BJP പരാജയപ്പെടാൻ നേതൃത്വം കൊടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കഴിയൂ, മതേതര കക്ഷി എന്ന നിലയിൽ. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവർ സഹായിക്കണം എന്നുള്ളതാണ് ഞങ്ങളെപ്പോഴൊക്കെ പറയാനുള്ളത്. അവസാനമായി, കാരണം ഇതിന്റെ പോസ്റ്റ്മോർട്ടം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലായതുകൊണ്ട് KVS പറഞ്ഞ ചില അപകടങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രവചനമാണോ പ്രതീക്ഷയാണോ എന്ന് എനിക്കറിയില്ല. ആകത്തുക എന്ന് പറയുന്നത് BJPക്ക് ഈ BDJസിനെ കൊണ്ടുവന്ന് ഇപ്പോൾ NDA ഉണ്ടാക്കി, എന്നിട്ടും ഒന്നും പെട്ടെന്നൊന്നും നേടാൻ കഴിഞ്ഞില്ല. ഇനിയും അടുത്ത 3 വർഷം കൊണ്ട് ഇവർക്ക് സ്വന്തമായിട്ടൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. ഏച്ചുകൂട്ടൽ വേണ്ടി വരും. അതിന് UDFൽ ഇപ്പോൾ ഉള്ള ഏതെങ്കിലും കക്ഷികളെ അടർത്തിയെടുത്താൽ മാത്രമേ ഇവർക്ക് കേരളത്തിൽ നിലനിൽപ്പുള്ളൂ എന്നാണ് പറഞ്ഞത്. അതും പോസിറ്റീവാണ്. കാരണം BJP വളരാൻ പോകുന്നില്ല, ഇനി മാക്സിമം വളർന്നു കഴിഞ്ഞു. അതാണ് ശ്രീ D. സുഗതൻ എന്താ പറഞ്ഞെന്നറിയില്ല. എന്തായാലും UDFലെ കക്ഷികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രീ D. സുഗതൻ, നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ മാത്രം, വ്യക്തികളെ മാത്രമല്ല കക്ഷികളെ കൂടി അടർത്തി കൊണ്ടുപോകാൻ BJP ഇതാ തക്കം പാർത്ത് നിൽക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. എന്തായാലും നല്ല നാളുകൾ വരും അല്ലേ ശ്രീ അജിത്ത്? അവസാനമായി 2 വാക്ക്. പരാജയമാണെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ അതൊരു താൽക്കാലികമായി ഉണ്ടായ ഒരു സംഭവമാണെന്നും അവിടുന്ന് ഇപ്പോൾ വീണ് കിടക്കുന്നത് എഴുന്നേറ്റ് വളരെ ഉഷാറായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരു പാസ്റ്റ് കഴിഞ്ഞ 125 കൊല്ലമായിട്ട് 3 പേര് ഒരുമിച്ച് വന്ന് പത്രസമ്മേളനം നടത്തിയ സമയങ്ങളുണ്ട്. അതും മനസ്സിലാക്കണം. ഒരു 1.25 നൂറ്റാണ്ടായിട്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന വേരോട്ടമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒരുപാട് നമ്മുടെ ഗ്രാഫ് എടുത്താൽ ഒരുപാട് വീഴ്ചയും താഴ്ചയും ഡിപ്പും ഉണ്ട്, അപ്പും ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ താൽക്കാലിക വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കുകയും വളരെ ഊർജ്ജം സംഭരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതിനുള്ള കഴിവ് കോൺഗ്രസിന് ഇൻഹറൻ്റായിട്ടുണ്ട് എന്നുള്ള അനുഭവം വെച്ചുകൊണ്ട് പറയുകയാണ്. ഈ പറഞ്ഞതുപോലെ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ പോകണം. പക്ഷേ മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറ്റം നടക്കുമോ ഇല്ലയോ എന്നുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. തന്നെയല്ല, താഴെ തട്ട് മുതൽ മുകളിലത്തെ തട്ട് വരെ മാറ്റങ്ങൾ അനിവാര്യമാണ്. അതിന് ഒരു പക്ഷേ ഒരു സമയബന്ധിതമായിട്ട് ഇത് ചെയ്യാൻ ഉടനെ 1-2 മാസങ്ങൾക്കുള്ളിലൊന്നും കഴിയണമെന്നില്ല. അതായത് ഞാൻ പറഞ്ഞ ശ്രീ ആന്റണി വെച്ചിരിക്കുന്ന ഡെഡ് ലൈനും അപ്പുറത്തേക്ക് ഒരു പക്ഷേ ഉയർത്തെഴുന്നേറ്റ് വരാൻ സമയം എടുത്താൽ പോലും തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേറ്റ് വരിക തന്നെയും കോൺഗ്രസ് എന്ന് തന്നെയല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവനും ശക്തിയുള്ള വേരോട്ടമുള്ള ഇടതുപക്ഷമൊന്നുമല്ല, BJP അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. കോൺഗ്രസ് അതിൻ്റെതായ ലോസ്റ്റ് ഗ്ലോറി തിരിച്ചു പിടിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം അതങ്ങനെ തന്നെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരാണ് ശ്രീ മനോജും ശ്രീ ഹരിദാസും ഒക്കെ. നിങ്ങളുടെ കൂടി ആ സ്വപ്നവും ആ ആഗ്രഹവും യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. യെസ്, വ്യക്തമാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ അജിത്ത്, ഒപ്പം PM മനോജ്, KVS ഹരിദാസ്, D. സുഗതൻ. കോൺഗ്രസിൽ ഇന്നുണ്ടായ പ്രതികരണങ്ങളൊപ്പം ദില്ലിയിൽ നടന്ന ചർച്ചയുടെ ആകത്തുക സംബന്ധിച്ചുള്ള ഘട്ടങ്ങളാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിച്ചത്. കലാഭവൻ മണിയുടെ മരണം സംബന്ധിച്ച കേസ് CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചു. അന്വേഷണം CBIക്ക് വിടാൻ DGP ശുപാർശ ചെയ്തു. ശുപാർശ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറി.